ആസ് എ ഫാർമസിസ്റ്റ് നമ്മൾ എം ടി സ്റ്റൊമക്കിൽ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു 5 കാറ്റഗറി ഓഫ് മെഡിസിൻസ് നോക്കിയാലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ നിങ്ങൾ കോമൺലി നിങ്ങൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള കാര്യമാണ് പെയിൻ കില്ലേഴ്സ്. അപ്പോൾ പെയിൻ കില്ലേഴ്സ് ലൈക്ക് ഡൈക്ലോഫിനാക്, ഐബുപ്രോഫൻ, ഇതൊക്കെ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് ഇറിറ്റേഷനായിട്ട് ഭയങ്കരമായിട്ട് അസിഡിറ്റി ഒക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പെയിൻ കില്ലർ എടുക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. അടുത്തൊരു കോമൺ ആയിട്ടുള്ളൊരു മെഡിക്കേഷനാണ് മെറ്റ്ഫോമിൻ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മുതിർന്നവരൊക്കെ ചിലപ്പം ഷുഗറിനൊക്കെ വേണ്ടി കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരോടത്ത് പറയാം, ഇതെപ്പോഴും ഒരു ഫുഡ് എന്തെങ്കിലും ചെറിയൊരു സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മാത്രം ഇത് കഴിക്കാൻ പാടുള്ളൂ. കാരണം ഈ മെറ്റ്ഫോമിൻ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ എടുക്കുമ്പോൾ കുറച്ച് അതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇറിറ്റേഷൻ സംഭവിക്കാം. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഫുഡ് ഇതിൻ്റെ അബ്സോർപ്ഷനെ കുറച്ചൊന്ന് ഡിലേ ചെയ്യും. അപ്പം നമുക്കതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റൊമക്ക് ഇറിറ്റേഷൻ, നോസിയ, ഡയറിയ പോലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്നതൊന്ന് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫുഡ് കഴിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ ഫുഡ് കഴിച്ചിട്ട് മാത്രം എടുക്കണം നമ്മൾ പറയുന്ന മറ്റൊരു കാറ്റഗറിയാണ് സിവിയർ അലർജീസിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രെഡ്നിസോളോൺ. അപ്പോൾ ഈ പ്രെഡ്നിസോളോണ് സ്റ്റൊമക്ക് കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനും നമുക്ക് ഭയങ്കരമായിട്ട് സ്റ്റൊമക്കിൽ ആസിഡിറ്റി ഒക്കെ ഫോം ചെയ്യാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആസ്മ കേസിലൊക്കെ ചിലർ എടുക്കുന്നുണ്ടാവും പ്രെഡ്നിസോളോൺ പോലുള്ള സ്റ്റിറോയിഡ്. അപ്പോൾ ഇതെപ്പോഴും ഫുഡ് കഴിച്ചിട്ട് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് അയൺ. നമ്മൾ ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന സമയത്ത് അയൺ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് കഴിച്ചതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. പക്ഷേ സ്റ്റൊമക്ക് റിലേറ്റഡ് സൈഡ് എഫക്ട്സ്, സ്റ്റൊമക്ക് ലൈനിങ്ങിനൊക്കെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കാനുള്ള അതിൻ്റെ പവറും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ അബ്സോർപ്ഷൻ ആണ് ഇമ്പ്രൂവ് ആക്കേണ്ടത്. അതിന് വേണ്ടിയാണ് നിങ്ങൾ എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്നതെങ്കിൽ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വൈറ്റമിൻ സി ആയിട്ടുള്ള ജ്യൂസോ ലെമൺ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മീൽ കഴിച്ചതിന് ശേഷം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ അബ്സോർപ്ഷനും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റൊമക്ക് ഇറിറ്റേഷനും കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചില ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഭക്ഷണത്തിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൻറ്റിബയോട്ടിക്സ് എക്സെപ്ഷൻ ഉണ്ട്. ചില ആൻറ്റിബയോട്ടിക്സ് അബ്സോർപ്ഷൻ കൂടുന്നത് ബെറ്റർ ബിഫോർ ഫുഡ് ആയിരിക്കും. അതല്ലാണ്ട് മോസ്റ്റ് ആൻറ്റിബയോട്ടിക്കും പറയുന്നത് ആഫ്റ്റർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഡോക്ടറോടോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോടോ ചോദിച്ച് മനസ്സിലാക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ.